നമസ്കാരം. കുറച്ചായി ഒരു ട്രെയിൻ യാത്രയൊക്കെ ആയിട്ട്. അപ്പം എങ്ങനെയാ പോവല്ലേ? ആസ് യൂഷ്വൽ ഇത്തവണയും ട്രെയിൻ കയറി ഞാൻ പോകാൻ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഗായ്സ്. അപ്പോൾ ട്രിവാൻഡ്രം പോകുന്നത് സാധാരണ ഞാൻ വെളുപ്പാങ്കാലത്ത് 5:30 6 മണി ആ സമയത്ത് ട്രെയിനൊക്കെയാണ് പിടിക്കാറ്. ഇത്തവണ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് ഉറങ്ങി ഇടയ്ക്ക് എണീറ്റ് കഷ്ടപ്പെടണ്ട, നമുക്കങ്ങ് ഉറങ്ങാതിരുന്ന പ്രശ്നമില്ലല്ലോ. അങ്ങനെ വെളുപ്പിനെന്നാണോ അതോ നട്ടപ്പാതിരാന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല, 1:20 മാവേലി എക്സ്പ്രസ് ആണ് കയറാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. സത്യം പറഞ്ഞാൽ 2025 ഏപ്രിലിൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് വന്ന ഞാൻ പിന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ട്രെയിനിൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ കയറാൻ പറ്റുന്നത്? ബൈ ദ ബൈ, ആ പോയ ആളെ നിങ്ങൾക്കറിയോ? സ്റ്റാർ സിംഗറിലൊരു കോൺടെസ്റ്റൻ്റ് ആണേ. അപ്പോൾ ട്രെയിൻ കയറാൻ ഇപ്പോഴും അറിയാൻ വയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഞാൻ ചെറുതായിട്ട് വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഷോർട്സ് വീഡിയോ ഇതിനോടൊപ്പം ഞാൻ ഇടുന്നതായിരിക്കും. എനിവേയ്സ്, അപ്പോൾ ഇതായിരുന്നു എനിക്ക് കയറേണ്ടുന്ന കോച്ച്. അപ്പോൾ കോച്ച് പൊസിഷനൊക്കെ നോക്കി ഞാൻ കൃത്യമായിട്ട് വന്ന് നിന്ന് നമ്മുടെ മാവേലിയിൽ കയറുകയാണ്. സ്ലീപ്പർ ബുക്ക് ചെയ്തെടുത്തുകൊണ്ട് നമുക്കൊന്ന് മെല്ലെ ഉറങ്ങിപ്പോകാം എന്നാണ് വിചാരിക്കുന്നത്. എന്താണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ഉറക്കമൊക്കെ കിട്ടി. ഇത് 1:20 വരേണ്ടുന്ന ട്രെയിൻ വന്നപ്പോൾ തന്നെ ഒരു 1:45. പക്ഷേ കൃത്യം 5:30 തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തി കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തി. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോഴത്തേക്കും സാധാരണ എനിക്ക് ട്രിവാൻഡ്രം പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഐ വിൽ ബി വെരി ഹാപ്പി റീച്ചിങ് ദർ. പക്ഷേ ഇത്തവണ എനിക്ക് നെഞ്ചിലൊരു ഭയങ്കര ഭാരമായിരുന്നു, ഒരു വലിയ കല്ലെടുത്ത് വെച്ചിരിക്കുന്നത് പോലെ. എന്തായാലും രാവിലെ 5:30 നമ്മൾ എത്തിയതെങ്കിൽ പോലും അത്രയും ഓണായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ നമ്മുടെ ഈ ചായക്കടയാണെങ്കിലും ആ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും ഒക്കെ പരിസരവും. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, അതായത് എറണാകുളത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങിയാൽ എനിക്ക് ഈ ഒരു സെക്യൂരിറ്റി തോന്നാറില്ല. ഞാൻ പല സമയങ്ങളിൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. വെളുപ്പിന് വന്നിറങ്ങിയിട്ടുണ്ട്, നട്ടപ്പാതിരയ്ക്ക് വന്നിറങ്ങിയിട്ട്, ഒന്നും അല്ലാത്ത സമയത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഭയങ്കര ആളും ബഹളമൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഭയങ്കര സേഫ്റ്റിയാണ് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ മനസ്സിലൊരു എന്തെന്നില്ലാത്ത വിഷമമുണ്ട്, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ എൻ്റെ ട്രിവാൻഡ്രം യാത്രയ്ക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ഇത് ഭയങ്കര ഒരു ഷോർട്ട് ട്രിപ്പാണ്. ദേ പോയി ദാ വന്നു എന്ന് പറയുന്നത് പോലത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ. സോ ഇത് ഞാൻ ചെന്ന അന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. കിച്ചേട്ടൻ, പുള്ളി എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ആളാണ്. അപ്പം പുള്ളിയാണ് ഇന്നത്തെ നമ്മുടെ സാരഥി. സോ ഞാൻ കഴിഞ്ഞ തവണ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഒരു തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം തുടങ്ങിയതും ഒടുങ്ങിയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നതുകൊണ്ട് അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകാനും അവിടവുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ യാത്ര. ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ ചെടികളൊക്കെ തൈ കൊണ്ട് നട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിവേസ് അതെല്ലാം പടർന്ന് പന്തലിച്ചു. ഇവിടെയായിരുന്നു നമ്മുടെ ക്ലിനിക്ക് ഉണ്ടായിരുന്നത്, വിച്ച് വാസ് സപ്പോസ് ടു ഫ്ലറിഷ് ജസ്റ്റ് ലൈക്ക് ദോസ് പ്ലാന്റ്സ് വിച്ച് അൺഫോർച്ചുനേറ്റ്ലി ഡിഡൻറ്റ്. സാരമില്ല, എന്തായാലും ഞാനുള്ള ജീവനും കൊണ്ട് അവിടെ നോടിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് എനിക്ക് ആ ഒരു ഭാരം മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും അവിടെ നിന്ന് എൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കണമായിരുന്നു. അത് എടുത്തു, തിരിച്ചു വന്നു. ഇത് കിച്ചേട്ടൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പൊതിച്ചോറ് കിട്ടുകയാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ ചെന്നിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വൈഫിന് ചോറും ചിക്കൻ കറിയൊക്കെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്ന് ഇതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ അങ്ങിങ്ങായിട്ടൊക്കെ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പും അവിടെ IC ഫോഴ്സിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അകത്ത്. അപ്പോൾ എനിക്ക് മീറ്റിംഗ് വീണ്ടും അവിടെയാണ്. അവിടേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ സ്ഥിരം ചായക്കടയായിരുന്നു ഈ ഹലൈസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആ ചായയും കുടിച്ച് IC ഫോഴ്സിൽ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ദിവസം തന്നെ എങ്ങനെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ദിവസം യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം നമുക്ക് വേണ്ടുന്ന ആളുകളെയൊക്കെ എങ്ങനെ കണ്ടുമുട്ടാം, അതൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്ത് തീർത്ത് തിരിച്ച് വീട്ടിൽ പോരാം. ഇതാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു വർക്കിംഗ് ഡേ ആണ് പോയത്, ഒരു ചൊവ്വാഴ്ചയോ മറ്റോ ആണ് പോയത്. ചെന്നിറങ്ങി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഓടി നടന്ന്
ആകെ എനിക്ക് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ സന്തോഷം തോന്നിക്കുന്ന ഒരു സ്ഥലമാണിത്. ദിസ് ഈസ് വെരി നിയർ ടു മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള മലബാർ ബൈറ്റ്സ്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രീചിത്രയിൽ ഒരു 1.5 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് സ്ഥിരം ചായക്കടയായിരുന്നു അത്. അവിടെ ഞാൻ വായി നോക്കുന്ന ഒരു ചേട്ടനും ഉണ്ടായിരുന്നു, കയറിയിരുന്നെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. എന്തായാലും അവിടെ നിന്ന് പിന്നെ വിശന്ന് വലഞ്ഞ്, അതായത് ആ ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ അത് കൂട്ടി രാവിലെ കുറച്ച് പുട്ട് കഴിച്ചതല്ലാതെ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വിശന്ന് വലഞ്ഞ് ഞങ്ങളിവിടെ ഗ്രില്ലിൽ വന്നിട്ട് നല്ല സൂപ്പർ ഷവർമ കഴിച്ചു. അവിടെ വെച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാളുക്കുട്ടനെ മീറ്റ് ചെയ്യുന്ന മൊമെൻ്റാണത്. ദിസ് ഇസ് ഹരിത അക്ക മാളുക്കുട്ടൻ. മാളുക്കുട്ടൻ എൻ്റെ പണ്ടേ തൊട്ട് ട്രിവാൻഡ്രത്തുള്ളൊരു ഫ്രണ്ടാണ്. അങ്ങനെ അവളെയും കണ്ട് തിരിച്ച് അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പോഴാണ് എൻ്റെ മറ്റൊരു സുഹൃത്ത് വന്നത്. ഇവൻ്റെ പേര് അരുൺ എന്നാണ്, പക്ഷേ വി കോൾ ഹിം കഞ്ഞി. അപ്പോൾ അങ്ങനെ കഞ്ഞി ഞങ്ങളെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ചയാണ്. എത്ര പെട്ടെന്നാണ് ഒരു ദിവസം തീർന്നത് അല്ലേ. ഇങ്ങോട്ട് വളരെ തിരക്കിട്ടൊരു ട്രെയിനിലായിരുന്നു വന്നിരുന്നതെങ്കിൽ തിരിച്ചു പോകുന്നത് ടോട്ടലി കാലിയായിട്ടുള്ള ഈ ട്രെയിനിലാണ്. ഞങ്ങൾ മാത്രമേ ട്രെയിനിലുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. സോ എനിവേയ്സ്, എൻ്റെ ഒരൊറ്റ ദിവസമാണ് ഈ കണ്ടത്. ട്രെയിൻ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, തിരുവനന്തപുരത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ട്രെയിനിൽ തന്നെ പിന്നെ ലാസ്റ്റ് പോയത് ബാംഗ്ലൂർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് എൻ്റെ ഒരു സെക്കൻഡ് ഹോമായിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അത് എനിക്കൊരു പേടി സ്വപ്നമായി മാറാൻ അധികം സമയം വേണ്ടിയിരുന്നില്ല. എനിവേയ്സ്, കുറച്ച് പാഠങ്ങളൊക്കെ ലൈഫിൽ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കാനായിട്ടുള്ള പരാക്രമത്തിലാണ് ഞാൻ, അതിൻ്റെ പരിശ്രമത്തിലാണ് ഞാൻ. എന്നെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലൊരു കഥ എന്താണെന്നുള്ള വിശാലമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്ത ചാരിതാർത്ഥ്യവുമായിട്ട് ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് ട്രെയിൻ കയറിയിരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.